Question number 12. Let f from x to y be an invertible function. Show that the inverse of f inverse is f. That is f inverse inverse is equal to f. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ് തന്നിട്ടുണ്ട്. എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് ഇൻവേഴ്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ തന്നേക്കുന്ന കാര്യം ഇതാണ്. എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്. അതായത് എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഇൻവേർട്ടിബിൾ. ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ എഫിന് ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എഫ് ഇൻവേഴ്സ് ആണ് ഇൻവേഴ്സ് എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എക്സ് ടു വൈയിലോട്ടാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എവിടേക്കായിരിക്കും? വൈ ടു എക്സ് ആവില്ലേ? എഫ് എക്സ് ടു വൈയിലോട്ടാണ്. അപ്പൊ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈ ടു എക്സിലോട്ടാവുമല്ലോ, വൈ ടു എക്സ്. ഇനി നമ്മൾ ഈ എക്സിന്ന് ക്യാപിറ്റൽ എക്സിന്ന് അതായത് ഡൊമൈനിൽ നിന്ന് ഒരു എലമെന്റിന് എടുക്കാണ്. ഒരു സ്മോൾ എക്സ്, ഒരു എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിന് എടുക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ടായിരിക്കുമല്ലോ. ഈ വൈ എന്ന് പറയുന്ന സെറ്റില് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ ക്യാപിറ്റൽ എക്സിൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഇമേജ് ഉണ്ടായിരിക്കും. ഫംഗ്ഷൻ എഫ് ആണ് അല്ലെ. അപ്പൊ ആ ഇമേജ് എന്ത് ഫോമിലായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോമിലായിരിക്കില്ലേ. ആ എഫ് ഓഫ് എക്സ് എവിടെ വരുന്നതാണ്? ക്യാപിറ്റൽ വൈയിൽ വരുന്നതാണ്. ഒരു എക്സ് ക്യാപിറ്റൽ എക്സിൽ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഇമേജ് ഉണ്ടായിരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈയിൽ ഉണ്ടായിരിക്കും. ഈ എഫ് ഓഫ് എക്സിന് വൈ എന്ന് പറഞ്ഞ് എടുക്കാണ്. വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇതാണ്. അത് ക്യാപിറ്റൽ വൈയിലത്തെ എലമെന്റ് ആണ്. സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ എഫിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടാണെങ്കിലോ എഫ് ഇൻവേഴ്സ്, എഫ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എഫ് ഇൻവേഴ്സ് ആവില്ലേ. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കിട്ടുമല്ലോ നമുക്ക്. സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഇനി നമ്മൾ ഇൻവേർട്ടിബിളിന്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കിട്ടുന്നതുണ്ടെങ്കിൽ ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം അല്ലെ. അതുപോലെ തിരിച്ചും പറയാൻ പറ്റുമല്ലോ, എഫ് എന്ന് പറയുന്നത് ജിയുടെ ഇൻവേഴ്സ് ആണെന്നും പറയാൻ പറ്റും. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് എന്നും കിട്ടും. അതുപോലെ ജി ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എന്നും കിട്ടും. അപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് എഫ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാ എഫ് ഇൻവേഴ്സും. അപ്പോൾ എഫും എഫ് ഇൻവേഴ്സും രണ്ട് ഫംഗ്ഷൻസ് എടുക്കാണ്. ആ ജിക്ക് പകരം എഫ് ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ്, ജിയുടെ അവിടെ എഫ് ഇൻവേഴ്സ് എഴുതി. അതുപോലെ തന്നെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫും നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എഫും ജിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിരിക്കും. എഫിന്റെ ഇൻവേഴ്സ് ജി ആയിരിക്കും, ജിയുടെ ഇൻവേഴ്സ് എഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുമ്പോഴോ എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ആവും. അതേപോലെ എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ആവുമല്ലോ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ചെയ്യാണ്. ഈ എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എവിടോട്ടുള്ള ഫംഗ്ഷൻ ആണ്? എഫിന്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സിന്റെ കോഡൊമൈനിലേക്ക്. എഫിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്, എഫ് ഇൻവേഴ്സിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഈ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ അത് എക്സ് ടു എക്സിലോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഡൊമൈനും കോഡൊമൈനൊക്കെ എക്സ് തന്നെയാണ്. നമ്മളൊരു എലമെന്റ് എടുക്കുകയാണ് എക്സ് എന്ന് പറയുന്നത്. ഡൊമൈനിലത്തെ ഒരു എലമെന്റ് എക്സ് എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ഇതിന്റെ ഇനി കോമ്പോസിഷന്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇതിൽ കൂടെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ അവിടെ വൈ എഴുതാലോ. സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ. അപ്പൊ ഈ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആവില്ലേ. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ കിട്ടി. അപ്പൊ ഈ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡൊമൈനിലത്തെ ഓരോ എലമെന്റിനും അതേ എലമെന്റിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെന്റിന്റെ
ഇമേജ് എന്ന് പറയുന്നത് സെയിം എലമെന്റ് തന്നെയാണ്. ഇതെന്താ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനേഷൻ പറയുന്നത് ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ടു എക്സിലോട്ട് ആണെങ്കിൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ്? ഈ ക്യാപിറ്റൽ എക്സിലത്തെ ഒരു എലമെന്റ് ഐ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് അല്ലെ. ഐഡന്റിറ്റി ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാറ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ അല്ലേ? നമുക്ക് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എന്ന് പറഞ്ഞ കിട്ടിയില്ലേ? അപ്പോൾ ഇതായിരുന്നു ഒരെണ്ണം പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് തിരിച്ചും പ്രൂവ് ചെയ്യാലോ. ഇനി എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എവിടോട്ടുള്ള മാപ്പിംഗ് ആയിരിക്കും? ഈ എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ നിന്ന് എഫിന്റെ കോഡൊമൈനിലേക്ക്. എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ വൈ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ വൈ ടു എഫിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പൊ വൈ ടു വൈയിലോട്ടുള്ള മാപ്പിംഗ് ആണ് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡൊമൈനിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കാണ് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞെടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു ഡെഫിനേഷൻ അനുസരിച്ച് എങ്ങനെ ചെയ്താൽ കോമ്പോസിഷൻ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞ ചെയ്താലോ. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ്. ഈക്വൽ ടു വൈ. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കിട്ടിയില്ലേ? അതായത് വൈയുടെ ഇമേജ് എന്ന് പറയുന്നത് വൈ തന്നെയാണ്. ഇനി ഇപ്പൊ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എന്ന് പറയുന്ന മാപ്പിംഗ് വൈ ടു വൈയിലോട്ടുള്ളതാണ്. വൈ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ആ സെറ്റിലോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഐ ഓഫ് വൈ ഡൊമൈനിലത്തെ ഒരു എലമെന്റ് വൈ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആകുമ്പോൾ അതിന്റെ ഇമേജ് ആ എലമെന്റ് തന്നെയായിരിക്കും അല്ലെ. ഐ ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ ആണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടാം? എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും വൈ എന്ന് പറഞ്ഞ എലമെന്റിനെ വൈയിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷനും വൈ എന്ന് പറഞ്ഞ എലമെന്റിനെ വൈയിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ടില്ല, ഐ വൈ എന്ന് പറഞ്ഞിട്ടും വൈയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാരണമുണ്ട്. അപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് ഇൻവെർട്ടിബിളിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് എഫിന്റെ ഇൻവേഴ്സ് ആണ് എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് എഫ് എന്ന് പറഞ്ഞു കിട്ടുമല്ലോ. ഹെൻസ് ദേ ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇൻവെർട്ടിബിളിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് തന്നെയാണ് നമ്മൾ എഫും ജിയും എടുത്തപ്പോൾ എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി എന്നും പറഞ്ഞു, ജിയുടെ ഇൻവേഴ്സ് ആണ് എഫ് എന്ന് പറയാൻ പറ്റും. അതുപോലെ എഫും എഫ് ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് ആണ് എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് എഫ് എന്ന് പറയാൻ പറ്റും. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് ഈസ് എഫ്. എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് എഫ്. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ്. ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.